ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന്. ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന്. അതിലൊന്നാമത്തെ സ്വർഗ്ഗം മദീനയുടെ മണ്ണിൽ പോയവർക്കറിയാം, ഉംറയ്ക്ക് പോയവർക്കറിയാം. ഒന്നാമത്തെ സ്വർഗ്ഗം എന്ന് പറയുന്നത് മദീനയിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗ്ഗം ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗ്ഗം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമു ചർച്ച ചെയ്യുന്ന വേദി എന്ന് പറയുന്നത് അത് സ്വർഗ്ഗമാണ്, സ്വർഗ്ഗത്തിന്റെ മജ്ലിസാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് യഥാർത്ഥ സ്വർഗ്ഗത്തിലാണ്. ഈ ഒരു സ്വർഗ്ഗത്തിന്റെ മജ്ലിസാണ്. അല്ലാഹു ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം യഥാർത്ഥ സ്വർഗ്ഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ല, എല്ലാവരുടെയും ആഗ്രഹം ഉസ്താദേ സ്വർഗ്ഗം വേണമെന്ന. ഞാനും നിങ്ങളുമെല്ലാം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ദുആ, പടച്ചവനെ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാ, സ്വർഗ്ഗം തരണേ അല്ലാ എന്നാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. കണ്ണിന്റെ മുമ്പിൽ സ്വർഗ്ഗം കണ്ടിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ വേറൊരു ഹതഭാഗ്യവാനും ഈ മുട്ടുന്തലയിൽ ഉണ്ടാകൂല. അപ്പൊ പുറത്ത് നിൽക്കണവര് ഇൻഷാ അല്ലാഹ് ഉറൂസ് എല്ലാ കൊല്ലം ഉണ്ടാകും. ഇന്നത്തെ സദസ് ഇന്ന് തന്നെ ഉണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് പുറത്ത് നിൽക്കണവര് കയറി ഇരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം നിങ്ങളോട് ആദ്യം തന്നെ വസിയത്ത് ചെയ്യാ. ഇവിടെ നബി തങ്ങളുടെ പേര് പറയും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, മദീന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ നോക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല മദീന കാണാത്തവര്. മദീന ഉംറ ചെയ്യാത്തവർ മദീന കുറച്ച് പേരുണ്ട്. അല്ലാഹു മദീന കാണാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. സ്വലാത്ത് അല്ലാതെ വേറെ ഒരു മാർഗ്ഗം ഇല്ലപ്പ. സ്വലാത്ത് ചെല്ലുന്നവൻ ആരാണോ അവൻ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയുടെ മദീന കണ്ടിരിക്കും. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ കാസർഗോഡ് ഭാഗത്ത് ഒരു വഅദിന് വരുമ്പോ, മലപ്പുറം ഭാഗത്തേക്ക് ഒരു വഅദിന് വരുമ്പോ എന്റെ കൂടെ ട്രെയിനിൽ ഇരുന്ന ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദേ ഞാൻ ഏകദേശം വർഷങ്ങളോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് പോലും എനിക്ക് ഉംറയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദേ. ഞാൻ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ടാണ് ഞാൻ പിന്നീട് മദീനത്ത് പോയത്. അപ്പൊ സൗദി അറേബ്യയിൽ ജോലി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ മദീന കാണാൻ കഴിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് സലാത്ത് ചെല്ലുന്നത് ആരാണോ അവര് മദീന കാണും. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സലാത്ത് ചെല്ലൂലേ? നിങ്ങൾ എന്താ, ഞാൻ നേരത്തെ നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചതുപോലെ സലാത്ത് ചെല്ലൂലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കട്ടെ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കാനുള്ളവരെല്ലാവരും കൈവയ്ക്കപ്പ. ഉസ്താദ് മരിക്കുമ്പോ അല്ലാഹു പൊക്കാത്തവർക്ക് പൊക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരുന്ന ഒരു 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ഇരുന്ന മരിക്കുമ്പോ ഈമാനോടെ മരിക്കാനുള്ള 4 കാര്യങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരപ്പ. നിങ്ങൾ അന്നും ചോറ് കഴിച്ചില്ലെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞ ആവേശത്തില് എല്ലാ കൊല്ലവും നമ്മുടെ മുട്ടുന്തലയിൽ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ റസൂലുള്ളാഹി നമ്മൾ മറക്കാൻ പാടില്ല. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗ്ഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കാന സ്വലാത്തുകൾ എന്റെ പ്രിയമുള്ളവരെ മദീനത്തേക്ക് ഒഴുകേണ്ടതാ, മദീനത്തേക്ക് പരത്തേണ്ടതാ, മദീനത്തേക്ക് ഒഴുകേണ്ടതാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എല്ലാവരും ദുആ ചെയ്യുന്നതെന്താ? പടച്ചവനെ സ്വർഗം തരണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. മനോഹരമാകുന്ന വഅദിന്റെ സദസ്സിലേക്ക് കടന്നിരുന്നവരെ 2 മണിക്കൂർ ഇത് സ്വർഗ്ഗത്തിന്റെ വേദിയാ. റസൂലുള്ളാഹിയെ പറ്റി എന്റെ പ്രിയമുള്ളവരെ പറയാൻ പോകുകയാ. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അമലുകളുണ്ടല്ലോ പറയാൻ പോകുകയാ. ഈ മനോഹരമാകുന്ന വഅദിന്റെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനും എന്റെ പ്രിയമുള്ളവരെ പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാണ്. പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ നാഥന്റെ ഹളറത്തിലേക്ക് അതാ ഇറങ്ങാൻ കഴിയേണ്ടതാ.
എത്രയോ ഹറാമുകൾ ചെയ്തവരാ, എത്രയോ തിന്മകൾ ചെയ്തവരാ, എത്രയോ നമസ്കരിക്കാതെ ഇരുന്നവരാ, എത്രയോ നോമ്പ് പിടിച്ചവരാ, എത്രയോ നോമ്പ് പിടിക്കാതിരുന്നവരാ, എത്രയോ പലിശയ്ക്ക് കൊടുത്തവരാ, എത്രയോ മനോഹരമാകുന്ന ഉറൂസ് കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോ അതിനെ എതിർത്തുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഓടി നടന്നവര് മനോഹരമാകുന്ന സ്വർഗത്തിന്റെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ, പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ. നാദാ സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. 2 മണിക്കൂർ സ്വർഗത്തിന്റെ വേദിയാ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന സദസ്സ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവാ. പലിശ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് കേരളക്കര മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാനമാടുമ്പോ അതിൽ നിന്ന് മാറാൻ, ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ. ഉസ്താദേ, ഇനി പലിശ ഞങ്ങളുടെ കൈകൊണ്ട് തൊടൂല, ഇനി പലിശ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂല. ഉസ്താദേ, വണ്ടി എടുത്തത് EMI ഇട്ടിട്ടോ, ഉസ്താദേ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് EMI ഇട്ടിട്ടാ, പലിശയ്ക്ക് പൈസ കൊടുത്തവരാ, പലിശയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടിയവരാ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരാ. അല്ലാഹുവേ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. പലിശയെന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തുണ്ടല്ലോ, കാസർഗോഡല്ല, കണ്ണൂരല്ല, കോഴിക്കോടല്ല, മലപ്പുറത്തല്ല, ആലപ്പുഴയിലല്ല, എറണാകുളത്തല്ല, തൃശ്ശൂരിലല്ല, തിരുവനന്തപുരത്തല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും പ്രിയപ്പെട്ടവരെ പലിശയെന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് അല്ലാഹുവേ എത്രയോ പാവങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിക്കുമ്പോ നാദാ കാക്കണേ അല്ലോ, രക്ഷിക്കണേ അല്ലോ. എത്രയോ പാവങ്ങളാ വിദേശ രാജ്യത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരാ, നാട്ടിലേക്ക് ലീവിന് വന്നവരാ. ഉസ്താദേ, ജീവിക്കാൻ പൈസയില്ലോ, വട്ടി പലിശക്കല്ല പ്രിയപ്പെട്ടവരെ പൈസ എടുത്തിട്ട് അവസാനമല്ല പലിശയ്ക്ക് പണമടക്കാൻ കഴിയാതെ റബ്ബേ തൂക്കുകയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ പാവങ്ങളാ. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ കണ്ടില്ലേ, ഒരു വാപ്പയാ, ഒരു ഉമ്മയാ, 2 മക്കളാ. പടച്ചവനെ, പലിശയ്ക്ക് പൈസ എടുത്തതാ, തിരിച്ചടക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോ 2 പ്രിയപ്പെട്ട പൈതലുകളെയുണ്ടല്ലോ വിഷം കൊടുത്തുകൊണ്ട് കൊല്ലുകയാ. എന്നിട്ടതാ മാതാവും പിതാവും ഉണ്ടല്ലോ തൂക്കുകയറിലേക്ക് കയറുകയാ, ആത്മഹത്യ ചെയ്യുകയാ. പലിശ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് വരുമ്പോ അത് മുസ്ലിമല്ലോ, ഹൈന്ദവനല്ലോ, ക്രൈസ്തവനല്ലോ, ആരുടെ ജീവിതത്തിലേക്ക് പലിശ എന്ന പ്രിയപ്പെട്ടവരെ കടന്നു വന്നാൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരൂല, സന്തോഷം തരൂല, റാഹത്ത് തരൂല, ഇസ്സത്ത് തരൂല. വീട്ടിൽ ചെറിയൊരു പട്ടിണി കടന്നു വരുമ്പോ സ്വർണ്ണമൂഴി പണയം വെക്കുന്നവരെ, സ്വർണ്ണമൂഴി പണയം വെക്കുന്നവരെ ഈ സദസ്സുകളിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിനോട് എന്റെ പ്രിയപ്പെട്ടവരെ തഖ്വയോടെ ഇഖ്ലാസോടെ പറയേണ്ടതാ, ഇനി ഒരിക്കലും ഉണ്ടല്ലോ എന്റെ സ്വർണം ഞാൻ പണയം വെക്കാൻ തരൂല, എന്റെ സ്വർണമുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ പലിശയ്ക്ക് കൊടുക്കാൻ തരൂല എന്ന് പറഞ്ഞൊരു മാറ്റമുണ്ടല്ലോ. ഈ സദസ്സിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരേണ്ടതാ, കടന്നു വരേണ്ടതാ, കടന്നു വരേണ്ടതാ. മദീനയുടെ നായകനാകുന്ന റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, റസൂലുള്ളയുണ്ടല്ലോ മദീനത്തെ പള്ളിയിലേക്കതാ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, ഇജ്തനിബൂ സബിഅൽ മൂബിഖാത്, 7 വൻപാപങ്ങളെ സൂക്ഷിക്കേണ്ടതാ, 7 വൻപാപങ്ങളെ സൂക്ഷിക്കേണ്ടതാ. സഹാബത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് 7 വൻപാപങ്ങള് ഏതാണ് നബിയേ?
ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് 7 വൻപാപങ്ങള് എണ്ണി എണ്ണി പറയുകയാ. അല്ലാഹുവേ 7 വൻപാപങ്ങള് എല്ലാം ഞാൻ പറയുന്നില്ല, റസൂലുള്ള ഗൗരവത്തോടുകൂടെ പറയുകയാ. 7 വൻപാപങ്ങളില് ജീവിതത്തില് സൂക്ഷിക്കേണ്ട വൻപാപങ്ങളില് പടച്ചവനെ റസൂലുള്ള പറയുകയാ. ഏതെന്നറിയോ? വാക്കുലുരിബാ. ആരാണോ പലിശ തിന്നുന്നത്, ആരാണോ പലിശയ്ക്ക് കൊടുക്കുന്നത്, ആരാണോ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നത്, അവനതാ വൻപാപം ചെയ്തവരാ, വൻപാപം ചെയ്തവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുത്തുന്നല മഖാം ഉറൂസ് 2023 ഈ ഡിസംബർ മാസം എന്നെ പ്രിയപ്പെട്ടവരെ, പലിശയിൽ നിന്ന് മാറ്റം വരാൻ ഒരു നിദാനമാകുന്ന മജ്ലിസാകേണ്ടതോ, മജ്ലിസാകേണ്ടതോ. നാദോ സൗഭാഗ്യം തരണേ അമ്മോ, കബൂലാക്കണേ അമ്മോ. അതുകൊണ്ട് പലിശ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഇൻഷാ അല്ലാഹ് മാറാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഈ വട്ടി പലിശക്ക് പൈസ എടുക്കണതല്ലേ ഉസ്താദേ വിഷയം? എന്താ പറയണേ ഉസ്താദേ? വട്ടി പലിശക്ക് പൈസ എടുക്കണതല്ലേ ഉസ്താദേ വിഷയം നിങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ കുബേര, എന്താ ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന ഒരു കുബേര എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ പോലീസുകാര്, നമ്മുടെ മന്ത്രിമാര് ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന ആ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം എന്തേ? കേരളത്തിൽ ഒരു പെൺകുട്ടിയുടെ വീട് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയപ്പോ പലിശ പണത്തിന്റെ അവര് പലിശക്ക് പൈസ എടുത്തു തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയപ്പോ ആ പ്രിയപ്പെട്ട കുടുംബം ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയപ്പോ അന്നത്തെ സർക്കാർ ഒരു തീരുമാനമെടുത്തു, ഓപ്പറേഷൻ കുബേര പലിശക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പലിശക്ക് പണം കൊടുക്കണില്ലേ, വട്ടി പലിശക്ക് പണം കൊടുക്കണില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ സഹോദരിമാരൊക്കെ ഈ മോതിരവും ഈ മാലയും വളയും ഒക്കെ പണയം വെക്കാറുണ്ട്. പാടില്ല. നിങ്ങളുടെ ഭർത്താവ് വന്നിട്ട് എത്ര പട്ടിണിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വർണം പണയം വെക്കാൻ കൊടുക്കാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? അത് വിൽക്കാൻ കൊടുക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ കൊടുക്കോ? കൊടുക്കൂല. കൊടുക്കോ? കൊടുക്കില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, ആ പലിശ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയണം. ഇപ്പൊ ചില ആളുകളുണ്ട്, വണ്ടി സീസീറ്റ് എടുക്കും, വണ്ടി സീസീറ്റ് എടുക്കും. അത് അനുവദനീയമ? മസാല നോക്കിയാൽ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. അതും പലിശയിൽ പെടും. കാരണം 10 ലക്ഷത്തിന്റെ വണ്ടി തിരിച്ചടക്കുമ്പോ ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂട്ടി 2.5 ലക്ഷം രൂപ എക്സ്ട്രാ വരും, 12.5 ലക്ഷം വരും. അതെന്താ? പലിശ തന്നെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ പലിശയിൽ നിന്ന് അല്ലെങ്കിൽ എത്രയോ സഹോദരങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങിയത് ലോൺ എടുത്തിട്ടാ ഉസ്താദേ, ലോൺ എടുത്തിട്ടാ ഉസ്താദേ, എനിക്കത് തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാ ഉസ്താദേ, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറയുന്ന സാധുക്കൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അറിയാതെ ചെയ്തു പോയതാ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ആ പലിശയുടെ മഹനീയമാകുന്ന വിപത്തും ആ പലിശ കൊടുത്താനുള്ള വിപത്തുകളും ആ പലിശക്കാരൻ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കുന്ന വിപത്തുകൾ നമ്മൾ പഠിക്കാൻ പോകും. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാ, പലിശ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിനെ പറ്റിയിട്ട് സഹാബത്തിന് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ. ഏതെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, 114 സൂറത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുകയാ, മനോഹരമാകുന്ന മുത്തുന്നല ഉറൂസിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാ, ഹാഫിളുകളെ പഠിപ്പിക്കുന്നവരാ, 15ഓളം ഹാഫിളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ, എന്നാൽ മക്കളോതുന്ന ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, الذين آمنوا اتقوا الله وذروا ما
ബഖിയ മിനർ റിബാ ഇൽ കുൻതും മുഅ്മിനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, വിശ്വാസികളെ നിങ്ങൾ പലിശ ഉപേക്ഷിക്കേണ്ടതോ, നിങ്ങൾ പലിശ എന്ന പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കേണ്ടതാ. ഇൽ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാകണോ, ആബിദാകണോ, മുഅ്മിനാകണോ, മുഅ്മിനത്താകണോ, ഇഖ്ലാസുള്ളവരാകണോ, ഈമാനുള്ളവരാകണോ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണോ. റസൂലുള്ള ഖുർആനിലൂടെ പറയുകയാ, നിങ്ങളതാ പലിശയിൽ നിന്ന് മാറേണ്ടതാ. എന്നിട്ടതാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ലഅന റസൂലുള്ളാഹ്, ലഅന റസൂലുള്ളാഹ്. മദീനയുടെ നായകനാകുന്ന റസൂലുള്ളാഹിയുണ്ടല്ലോ, ഒരു വിഭാഗത്തെ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ശപിക്കുകയാ, ആക്ഷേപിക്കുകയാ, അവർക്കെതിരെയുണ്ടല്ലോ ദുആ ചെയ്യുകയാ. ആകില റിബാ വമുകിലഹു വശാഹിദൈഹി വകാതിബഹു. ആരെങ്കിലും ഒരാൾ പലിശ വാങ്ങിച്ചാൽ, ആരെങ്കിലും ഒരാൾ പലിശയ്ക്ക് കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ പലിശയ്ക്ക് വേണ്ടി ഓടി നടന്നാൽ, ആരെങ്കിലും ഒരാൾ പലിശയ്ക്ക് ജാമ്യം ചെന്നാൽ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് ശപിച്ചു പെങ്ങളെ, ശപിച്ചു പെങ്ങളെ, ശപിച്ചു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മോനെ പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ട് വണ്ടിയെടുത്തിട്ട് വയലു പറയാൻ സദസ്സിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു പടച്ചു നമ്പുരാൻ കബൂൽ ചെയ്യൂല. ബിസിനസ് തുടങ്ങാൻ പലിശ എടുക്കുന്നവര്, ബിസിനസ് തുടങ്ങാൻ പലിശ എടുക്കുന്നവര്, മോനെ മോനെ പാടില്ല. ഉസ്താദേ പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തല്ലോ, എല്ലാവരും പൈസ കൊടുത്തല്ലോ, എനിക്ക് മാത്രം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഉസ്താദ് ഞാനതാ കാസർഗോഡ് ജില്ലയില് കാനങ്ങാട് പോയിട്ട് ഏതെങ്കിലും വട്ടിപ്പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണമെടുക്കുകയാ. എന്നിട്ടതാ മുട്ടുന്നല പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാ എന്ന് പറയുന്നവരെ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചവരോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരെ ശപിച്ചവരാ. ആരാ? റസൂലുള്ളാഹിയാ ശപിക്കുന്നത്, ലോകത്തിന്റെ ഹബീബാ ശപിക്കുന്നത്. ആകാശത്ത് കൂടി വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ടല്ലോ, ആ പറവകൾ പോലും അതാ റസൂലുള്ളാഹിയുടെ പച്ചക്കുട്ടയുടെ ചുറ്റളവില് പറക്കാൻ കൊതിച്ചെന്ന് ചരിത്രം പറയുമ്പോ ആകാശത്ത് നിന്ന് വീഴുന്ന പേമാരികളുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ പച്ചക്കുട്ടയില് വീഴാൻ കൊതിച്ചെന്ന് ചരിത്രം പറയുമ്പോ കൂട്ടിലടക്കപ്പെട്ട മാൻപേടയുണ്ടല്ലോ, മാൻപേടയുടെ അഭയ കേന്ദ്രമേ ഹബീബേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയതാ പലിശക്കാരനെ ശപിച്ചെന്ന് പറയുമ്പോ ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ ആയിഷ ബീവി കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ ചാരത്ത് കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയോട് പറയുകയാ, ഉഹദ് യുദ്ധത്തിനേക്കാൾ ജീവിതത്തിൽ പ്രയാസപ്പെട്ട സമയമുണ്ടോ, അവസ്ഥയുണ്ടോ? ഉഹദിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ അവസ്ഥ എന്താ? ഹംസത്തുൽ കറാർ, ഹംസത്തുൽ കറാർ ഇസ്ലാമിലെ സിംഹക്കുട്ടിയ, ഇസ്ലാമിലെ പുലിക്കുട്ടിയ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സിംഹമുണ്ടല്ലോ, ഹംസയുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ വലങ്കയുണ്ടല്ലോ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എപ്പോഴാ? വക്ഷി എന്ന് പറയുന്ന നീചനായ വ്യക്തിയുണ്ടല്ലോ കടന്നു വരികയാ. ഒരു
മലയുടെ പുറകിലേക്ക് കടന്നു വരികയാ. ഹംസ തങ്ങളെ ലക്ഷ്യം വെക്കുകയാ. ഹിന്ദെന്ന് പറയുന്ന പെൺകുട്ടിയെ ലഭിക്കാൻ, ഹിന്ദിന്റെ സ്വർണമാല കിട്ടാൻ, ഹിന്ദുമായി രതിമൂർച്ചയിൽ ഏർപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ വക്ഷി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഹംസത്തുൽ കറാർ. തങ്ങളെ നെഞ്ചത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ അമ്പും മില്ലി വിഷം കുത്തിയെട്ടി ഇറക്കി വിടുകയാ. ഹംസയുണ്ടല്ലോ വിട പറയുകയാ. ആദരവാകുന്ന പ്രവാചകനോട് ആയിഷ ബീവി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വേദനയുള്ള ദിവസമുണ്ടോ? ഇതിനേക്കാൾ പ്രയാസമുള്ള ദിവസമുണ്ടല്ലോ? ഉഹദിന്റെ രണാങ്കണത്തിനേക്കാൾ പ്രയാസം അനുഭവിച്ച ദിവസമുണ്ടല്ലോ. വന്നിട്ടുണ്ട് നബിയേ, വന്നിട്ടുണ്ട് റസൂലേ. ഉടൻ തന്നെ റസൂലുള്ള പറയുകയാ, അബൂ ലയാൻ എന്ന് പറയുന്ന ആളുടെ ചാരത്തേക്ക് ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദർശമായിട്ട് അബൂ ലയാലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ള ഇസ്ലാമിന്റെ ആദർശം നടത്തിയപ്പോ റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ അബൂ ലയാൽ പരിഗണിച്ചില്ല. റസൂലുള്ളയുണ്ടല്ലോ മൈൻഡ് ചെയ്തില്ല. റസൂലുള്ളയെ ആക്ഷേപിക്കുകയാ. റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ ഇറങ്ങി വരുമ്പോ റസൂലുള്ള കരയുകയാ. അബൂ ലയാലിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങി വരുമ്പോ റസൂലുള്ള വല്ലാതെ സങ്കടപ്പെടുകയാ. ജിബ്രീലതാ റസൂലുള്ള കരഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളയുടെ ചാരത്തേക്ക് ജിബ്രീലതാ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, യാ റസൂലല്ലാഹ്, വിഷമമാണോ, സങ്കടമാണോ, നൊമ്പരമാണോ, വിരഹമാണോ? റസൂലുള്ള പറയുകയാ, ഇല്ല ജിബ്രീലേ, ഇല്ല ജിബ്രീലേ. ആദരവാകുന്ന പ്രവാചകനോട് ജിബ്രീൽ പറയുകയാ, ആ കാണുന്ന രണ്ടു പർവ്വതങ്ങള് റസൂലേ ഒന്ന് നോക്കണേ, ഒന്ന് നോക്കണേ നബിയേ. ആ പർവ്വതങ്ങളെ സംരക്ഷിക്കുന്ന രണ്ടു മലക്കുകളുണ്ടല്ലോ, അവരേതാ പറഞ്ഞു വിടുകയാ. എന്നിട്ടതാ റസൂലുള്ളയെ ആക്ഷേപിച്ച അബൂ ലയാലിനെയുണ്ടല്ലോ പർവ്വതങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാം, എന്നിട്ടതാ നശിപ്പിക്കാം. ആ സമയത്ത് റസൂലുള്ള പറയുകയാ, വേണ്ട വേണ്ട, ആക്രമിക്കണ്ട, ഉപദ്രവിക്കണ്ട, കൊല്ലണ്ട. അബൂ ലയാലിൽ ഉണ്ടാകുന്ന മക്കളുണ്ടല്ലോ, ഭാര്യയുടെ നട്ടലിൽ ഉണ്ടാകുന്ന മക്കളുണ്ടല്ലോ, ഭാര്യയുടെ വയറ്റിലൂടെ കടന്നു വരുന്ന മക്കളുണ്ടല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതാ. അതുകൊണ്ട് തന്നെ അബൂ ലയാലിനെ നശിപ്പിക്കാൻ പാടില്ല. അത്രത്തോളം കാരുണ്യത്തിന്റെ ദൂതരായി കടന്നു വന്ന അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ ഹബീബ്, എന്റെ പ്രിയമുള്ളവരെ, ലഅന റസൂലുള്ളാഹ്, കാരുണ്യത്തിന്റെ നേതാവ് ശപിക്കുകയാ. ആകിൽ റിബാ വമൂകിലഹു വശാഹിദൈഹി വകാതിബഹു. കാരുണ്യത്തിന്റെ തിരുദൂതരാകുന്ന ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് ഒരാളെ പോലും ശപിച്ചിട്ടില്ല. പക്ഷേ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളെ ശപിച്ചു. പലിശ വാങ്ങിക്കുന്നവനെയും പലിശ തിന്നുന്നവനെയും പലിശക്ക് സാക്ഷി നിൽക്കുന്നവനെയും എന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, ഇന്ന് പലിശക്ക് വാങ്ങാത്തവരാരാ? ഇന്ന് പലിശ കൊടുക്കാത്തവരാരാ? ബിസിനസ് തുടങ്ങുമ്പോ പലിശ വാങ്ങുന്നു, പള്ളിക്ക് പൈസ കൊടുക്കാൻ പലിശ വാങ്ങുന്നു. ഞാന് എറണാകുളം ജില്ലയിൽ ജോലി ചെയ്യുമ്പോ എന്നോട് അവിടുത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ പള്ളിക്ക് വലിയ വരുമാനമൊന്നും ഇല്ല, ആകെ 250 വീടാ ഉള്ളത്. എന്താ പറയണേ? ആകെ 250 വീടുള്ളൂ ഉസ്താദേ. നമ്മുടെ നാട്ടില് 1ാമത്തെ നോമ്പ് മുതൽ 30ാമത്തെ നോമ്പ് വരെ ഓരോ ആളുകളാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഓരോ ആളുകളാണ് ഭക്ഷണം കൊടുക്കുന്നത്. 27-ാം രാവിലെ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടുകാരാ ഉസ്താദെ ഭക്ഷണം കൊടുക്കണേ. അവർ വലിയ
പൈസക്കാരൊന്നല്ല. എന്നാ പ്രവാസികളാ. അള്ളാഹു പ്രവാസികളുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ എല്ലാ 27-ാം രാവിലെ അവരെ ഉസ്താദെ ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അടുത്ത വർഷത്തെ റമദാനായപ്പോ പൊതുയോഗം കൂടി ആരൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് തീരുമാനിച്ചു. അപ്പോഴും പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ചങ്ങാതി എണ്ണീച്ച് എന്നിട്ട് പറഞ്ഞു 27-ാം രാവിലെ എന്റെ വക. എന്താണ് 27-ാം രാവിലെ എന്റെ വക. അങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഒരു ചങ്ങാതി, ആ മഹലിലുള്ള ഒരു ചങ്ങാതി എണ്ണീച്ച് എന്നിട്ട് പറഞ്ഞു, എപ്പോഴും നിങ്ങളാ കൊടുക്കണേ, 27 വല്ലാത്ത പ്രതിഫലമല്ലേ, അതുകൊണ്ട് ഞാൻ കൊടുക്കാം. പാവപ്പെട്ടവനാ, ദരിദ്രനാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടുന്ന മണി ചെയ്തിട്ട് ജീവിക്കണവരാ. ആ ചങ്ങാതിക്ക് ഒരു ആഗ്രഹം, 27-ാം രാവിലെ ഞാൻ കൊടുക്കും. അങ്ങനെ വഴക്കായി, ബഹളമായി. അവസാനം പള്ളി കമ്മിറ്റിയും അന്നത്തെ ഉസ്താദും കൂടി ഒരു മസ്ലഹത്ത് എടുത്തിട്ട് തീരുമാനിച്ചു. എന്താ തീരുമാനിക്കണേ? ഇത്രയും കൊല്ലം നിങ്ങൾ കൊടുത്തതല്ലേ, ഇനി ആ സാധു പാവപ്പെട്ടവന് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തോട്ടെ. അങ്ങനെ സുബ്ഹാനല്ലാഹ് 27-ാം രാവായി, ലൈലത്തുൽ ഖദറിന്റെ ദിവസം നല്ല മട്ടൻ ബിരിയാണി ഒക്കെ വെച്ചിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് ഖത്തീബിന് കൊടുത്തു, മുഅദ്ദിന് കൊടുത്തു. ഖബറിൽ കിടക്കണ ചങ്ങാതി കൂടെ കൊടുത്താൽ മതി, ബാക്കി എല്ലാവർക്കും വിളമ്പി കൊടുത്തു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അവസാനം പള്ളിയിലെ ഖത്തീബിനൊരു ഫോൺ വന്നു. പള്ളിയിലെ ഖത്തീബ് ഫോൺ എടുക്കുമ്പോൾ ഈ ഭക്ഷണം കൊടുത്ത കാക്കാന്റെ ഭാര്യ, ആ താത്ത വിളിച്ചിട്ട് കരയാ, ഉസ്താദേ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഉസ്താദ് 27-ന് ഭക്ഷണം കൊടുക്കണമെന്ന്. പക്ഷേ അദ്ദേഹം ഭക്ഷണം കൊടുത്തു ഉസ്താദെ, പലിശക്ക് പൈസ എടുത്തിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദെ, പലിശക്കാരൻ വീടിന്റെ വാതിക്ക വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഉസ്താദെ, എങ്ങനെയെങ്കിലും അതൊന്ന് അടച്ചു തീർക്കാൻ ആ ചങ്ങാതിയുടെ അടുത്തൊന്ന് പറയണേ ഉസ്താദെ എന്നൊരു സാധുവായ ഉമ്മ എറണാകുളത്ത് നടന്ന കാര്യ മഹീമ നൽകട്ടെ. അപ്പൊ പള്ളിയില് അവരിത് ചെയ്ത് ഉള്ളത് കൊണ്ട് കൊടുക്കാം. ഇപ്പൊ പടച്ചവൻ 1 ലക്ഷം മേടിച്ചാൽ മാത്രമേ പടച്ചു സ്വീകരിക്കത്തുള്ളൂ, അങ്ങനൊന്നുമില്ല. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, നമ്മുടെ പള്ളിയിൽ 1-ാമത്തെ സഫില് പൈസക്കാര് മാത്രം നിന്നാ മതി. അതല്ലപ്പാ, നമ്മുടെ പള്ളിയിൽ 1-ാമത്തെ സഫില് ഹാജിയാക്കന്മാര് നിന്നാ മതി. അപ്പൊ അങ്ങനല്ല, എല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഒരേ സ്ഥാനമാണ്. പൈസയുള്ളവനും പാവപ്പെട്ടവനും, APL കാർഡിനും BPL കാർഡിനും, പൈസയുള്ളവനും വണ്ടിയുള്ളവനും ഇല്ലാത്തവനൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഒരേ സ്ഥാനമാണ്, അല്ലെ? ഇപ്പൊ വീടില്ലാത്തവരുണ്ടാകും. നിങ്ങൾ എങ്ങനെയാ പടച്ചവനോട് ദുആ ചെയ്യേണ്ട? റബ്ബേ, എനിക്ക് ഒരു 2 സെന്റ് ഭൂമി തരണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യേണ്ട? അങ്ങനല്ലപ്പാ. പടച്ചവന്റെ ഖജനാവ് കാലിയല്ല, റബ്ബിന്റെ ഖജനാവ് സൗത്ത് ഇന്ത്യൻ ബാങ്കല്ല. എത്ര ചോദിച്ചാലും റബ്ബ് തരും. അല്ലാഹുവേ, എനിക്ക് ആ മുട്ടുനിലയിൽ ടൗണിലുള്ള 1 ഏക്കർ നീ തരണേ അല്ലാ എന്ന് പറഞ്ഞു പടച്ചവനോട് ചോദിച്ചാൽ റബ്ബ് തരൂലേ? തരും. കാരണം എന്തേ? റബ്ബിന്റെ ഖജനാവ് എന്റെ പ്രിയപ്പെട്ടവരെ കാലിയല്ല. പക്ഷേ നമ്മൾ എപ്പോഴേ പലിശക്ക് പൈസ എടുക്കണേ, അല്ലെ? നമ്മൾ എപ്പോഴാ പലിശക്ക് പൈസ എടുക്കണേ? നമ്മള് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്ത് ഒരു 800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ ഭാര്യയോട് വന്നിട്ട് പ്ലാനൊക്കെ കാണിക്കുമ്പോൾ ഭാര്യ പറയും, ഇക്ക മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഇക്ക അപ്പുറത്തെ വീട്ടിൽ സലീമിച്ച വലിയ വീടല്ല വെച്ച്, അവർ 2500 സ്ക്വയർ ഫീറ്റ് അല്ലേ വെച്ച്. അപ്പൊ നമ്മൾ പറയാം, ആമിന, നമുക്കതിനുള്ള പൈസ ഇല്ല. ഇക്കാക്കൊക്കെ ലോഡിങ്ങിന്റെ പണിയാ, ഓന് ഗൾഫിൽ കുഴലിന്റെ പണിയാ, രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്, നമുക്ക് ഇതിനുള്ള പൈസ ഉള്ളു. പറ്റൂല, പലിശക്ക് പൈസ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അസാധുവായ ചങ്ങാതിയെ ലോൺ എടുത്തു. മറ്റുമൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമിലേക്ക് കൈ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങള്, കാരുണ്യത്തിന്റെ നേതാവ്, പലിശക്ക് പൈസ കൊടുക്കുന്നവരെയും പലിശക്ക് പണം എടുത്തവരെയും സുബ്ഹാനല്ലാഹ് അതിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒപ്പിട്ട് കൊടുത്തവരെ എല്ലാം ശപിച്ചിരിക്കുന്നു ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പലിശക്കാരന്റെ മരണം എങ്ങനെ? പലിശക്ക് പൈസ കൊടുത്താൽ, പലിശക്ക് പൈസ എന്റെ പ്രിയപ്പെട്ടവരെ തിന്നു കഴിഞ്ഞാൽ അവന്റെ മരണം എങ്ങനെ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, പലിശക്കാരെ വിട പറഞ്ഞു പോയാൽ, പലിശക്ക് പൈസ എടുത്താൽ, പലിശക്ക് സാക്ഷി നിന്നാൽ അവൻ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന രംഗമെങ്ങനാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് ശപിച്ച വിഭാഗമാണല്ലോ. അതുകൊണ്ട് പലിശയിൽ നിന്ന് മാറാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലോ, കബൂലാക്കണ അല്ലോ, റാഹത്തിലാക്കണ അല്ലോ. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം, ഈസ നബിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. റൂഹല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ആരാ? മരിച്ചവനെ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിവുള്ള ഈസാ നബി അലൈഹിസ്സലാം
ഒരു മലഞ്ചെരിവിലൂടെ കടന്നു പോകുകയാ. ഒരു മലഞ്ചെരിവിലൂടെ ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഒരു മലഞ്ചെരിവിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു വെള്ള തലയോട്ടി കാണുകയാ. ഒരു വെള്ള തലയോട്ടിയുണ്ടല്ലോ കിടക്കുന്നത് കാണുകയാ. പലിശയ്ക്ക് കൊടുക്കുന്നവരെ, പലിശയ്ക്ക് പൈസ വാങ്ങുന്നവരെ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവരെ പഠിച്ചുകൊള്ളുക. ഈസാ നബി അലൈഹിസ്സലാം ഒരു വെള്ള തലയോട്ടി എന്ന പ്രിയപ്പെട്ടവരെ കാണുകയോ ആ തലയോട്ടിയിലുണ്ടല്ലോ ചവിട്ടുകയാ, അതുണ്ടല്ലോ വലിച്ചെറിയുകയാ. പേടിപ്പിക്കുന്ന ചരിത്രമാണ് പെങ്ങളെ. അല്ലാഹുവേ, സ്വർണ്ണമൂരിയിട്ട് പണയം വെക്കാൻ കൊടുത്ത പെങ്ങളെ തൗബ ചെയ്തോ. തലയോട്ടിയിൽ ഇങ്ങനെ വലത്തുകാല് കൊണ്ട് ചവിട്ടുമ്പോ തലയോട്ടിയുണ്ടല്ലോ തെറിച്ചു പോകുകയാ. ഈസാ നബി അതിന്റെ പുറകിലൂടെ കടന്നു ചെന്നിട്ട് തലയോട്ടിയുണ്ടല്ലോ കൈകളിലേക്ക് എടുക്കുകയാ. ഈസാ നബി അതോ തലയോട്ടിയുടെ തലയിൽ ഇങ്ങനെ തടവുകയാ. എന്നിട്ടതോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാന് എന്റെ ഒരുപാട് ആഗ്രഹങ്ങള് നീ സാധിപ്പിച്ചു തന്നു അല്ലോ. റബ്ബേ, എന്റെ ജീവിതത്തില് ഒരഭിലാഷമുണ്ട് അല്ലോ, കബൂലാക്കണ അല്ലോ. ഈസാ നബി അതോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഈ തലയോട്ടിയുണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അല്ലാഹുവേ, നാവ് കൊണ്ട് എന്നോട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരണേ അല്ലോ. അതിനുള്ള ത്രാണിയുണ്ടല്ലോ ഈ തലയോട്ടിക്ക് കൊടുക്കണേ അല്ലോ. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഒരശരീരിയുണ്ടല്ലോ ഈസാ നബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഈസാ, അതിന്റെ തലയില് ഒന്ന് തലോടണേ ഈസാ. ഈസാ നബിയുണ്ടല്ലോ പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കുകയാ. എന്നിട്ടതാ പടച്ചവനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഞാനാ തലയോട്ടിയോട് സംസാരിക്കാൻ പോകുകയാ. അതിന്റെ മറുപടി ഉണ്ടല്ലോ എനിക്ക് തരണേ അല്ലോ. ഈസാ നബി സുജൂദിലെ കടന്നു ദുആ ചെയ്യുകയാ. എന്നിട്ടതോ തലയോട്ടിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. എന്നിട്ടതോ തലയോട്ടിയുടെ തലയിലുണ്ടല്ലോ പടച്ചവനെ തടകുകയോ. എന്നിട്ടതോ ബിസ്മില്ലാ എന്നതാ തലയോട്ടിയുടെ തലയിൽ തടവിക്കൊണ്ട് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, തലയോട്ടിയുടെ വായിൽ നിന്നൊരു നാവുണ്ടല്ലോ കടന്നു വരികയോ, കടന്നു വരികയോ. ഈസാ നബി ചോദിക്കുകയാ, തലയോട്ടിയോട് ചോദിക്കുകയോ, മോനെ എങ്ങനാടാ അല്ലാഹു പടച്ച തമ്പുരാൻ റൂഹ് പിടിച്ചതെങ്ങനാ? തലയോട്ടിയതാ പേടിക്കുകയാ, തലയോട്ടിക്കതാ ജീവൻ വരികയാ. തലയോട്ടിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് വിറങ്ങലിക്കുകയാ. ഈസാ നബിയേ, പേടിയാണ് നബിയേ, സങ്കടമാണ് നബിയേ, വേവലാതിയാണ് നബിയേ, അതെനിക്ക് പറയാൻ കഴിയൂല. വല്ലാത്ത പേടിപ്പിക്കുന്ന രീതിയിലോ അസ്റായീൽ കടന്നു വന്നതെന്ന് പറയുമ്പോ ഈസാ നബിയുണ്ടല്ലോ തലയോട്ടിയോട് ചോദിക്കുകയാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? പടച്ചവരെ, തലയോട്ടിയതാ പറയുകയാ, ഈസാ നബിയോട് പറയുകയാ, ഒരു ചെറിയ മുറിയുണ്ടല്ലോ ഈസാ നബിയെ, നിങ്ങളുണ്ടല്ലോ കരുതണ്ടതാ,
അതിലതാ നമ്മൾ കിടക്കുമ്പോ ആ മുറിക്കതാ തീയതാ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പുക ഇങ്ങനെ ഉയരുകയാ, തീജ്വാല ഉയരുകയാ. വല്ലാത്ത ഭയമാ, വല്ലാത്ത ചൂടാ. ശരീരമുണ്ടല്ലോ കത്തിക്കരിയുകയാ. നമ്മളതാ വേദനിക്കുകയാ, നമ്മളതാ കരയുകയാ, നമ്മളതാ പടച്ചവനോട് ദുആ ചെയ്യുകയാ. അല്ലാ രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നത് പോലെ അസ്റായീൽ കടന്നു വരുമ്പോ പടച്ചവനെ വേദന സഹിക്കാൻ കഴിയൂല. അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ വേദന എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയൂല. അസ്റായീൽ അതാ ഒറ്റയ്ക്കല്ല കടന്നു വരുന്നത്, ഒരുപാട് പേരുമായി കടന്നു വരികയാ. നായുടെ കണ്ണുപോലെ നീല കണ്ണുകളോടെ അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അസ്റായീലെ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനതാ നിങ്ങളതാ കരയുകയാ, വേദനിക്കുകയാ, നൊമ്പരപ്പെടുകയാ. അസ്റായീലിന്റെ കൂടെ വരുന്ന മലക്കുകളുണ്ടല്ലോ, മലക്കുകളുടെ കയ്യിൽ ഒരു ചുറ്റിക ഇങ്ങനെ പിടിച്ചിരിക്കുകയാ. അവരിങ്ങനെ തലയിലടിക്കുകയോ, അവരെന്റെ പ്രിയപ്പെട്ടവരെ തലയിൽ ഇങ്ങനെ അടിക്കുകയോ, എന്നിട്ടതോ റൂഹുണ്ടല്ലോ പിടിക്കുകയാ. റൂഹ് പിടിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ പടച്ചവനെ മലക്കുകൾ പറയുകയാ, ഇവന്റെ ആത്മാവുണ്ടല്ലോ എനിക്ക് വേണ്ട അല്ലോ, സ്വർഗത്തിന് വേണ്ട അല്ലോ, നന്മ ചെയ്തവനല്ല അല്ലോ. ഉടൻ തന്നെ അല്ല ചോദിക്കുകയാ, ഇവൻ ചെയ്ത തെറ്റെന്താ, ഇവൻ ചെയ്ത തെറ്റെന്താ? അള്ളാനോട് മലക്കുകൾ പറയുകയാ, ഇവനതാ പലിശ തിന്നവനാ, പലിശയ്ക്ക് പൈസ കൊടുത്തവനാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാനോട് പറയുമ്പോ അല്ലയതാ മലക്കുകളോട് പറയുകയാ, അവനെയതാ നരകത്തിലേക്ക് വലിച്ചെറിയുക, നരകത്തിന്റെ തീജ്വാലയിലേക്ക് പലിശ തിന്നവനെ വലിച്ചെറിയുക. ഒന്നാമത്തെ കവാടത്തിലൂടെയല്ലോ, രണ്ടാമത്തെ കവാടത്തിലൂടെയല്ലോ, മൂന്നാമത്തെ കവാടത്തിലൂടെയല്ലോ, നാലാമത്തെ കവാടത്തിലൂടെയല്ല, അഞ്ചാമത്തെ കവാടത്തിലൂടെ മഅദല്ലോ പലിശ തിന്നവനെ വലിച്ചെറിയുകയോ. നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു വൃക്ഷമുണ്ട് പ്രിയമുള്ളവരെ. ആ വൃക്ഷത്തിന്റെ പ്രത്യേകതയുണ്ടോ? വല്ലാത്ത നീളമാ, വല്ലാത്ത വീതിയാ, ഒരുപാട് വൃക്ഷങ്ങളാ, ഒരുപാട് ശിഖരങ്ങളാ. പടച്ചവരെ ശിഖരത്തിന്റെ ചവിട്ടിൽ പോയി നിൽക്കുമ്പോ ആ വൃക്ഷത്തിൽ നിന്ന് ഒരുപാട് പാമ്പുകളുണ്ടല്ലോ, ഒരുപാട് പുഴുക്കളുണ്ടല്ലോ, ഒരുപാട് തേളുകളുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ അവനതാ കരഞ്ഞുകൊണ്ട്, പേടിച്ചുകൊണ്ട്, വിറങ്ങലിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് ഓടാൻ നോക്കുമ്പോ മലക്കുകൾ ഇവനെ അതാ പിടിച്ചു നിർത്തുകയാ. എന്നിട്ടതാ പടച്ചവനെ അവനോട് പറയുകയാ, തിന്നടാ, പുഴുക്കളെ തിന്നടാ, ഈ മരത്തിൽ നിന്ന് വീഴുന്നു വൃത്തികേട്ട പുഴുക്കളെ തിന്നടോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന് പറയുമ്പോ അവനതാ പടച്ചവനെ കഴിക്കുന്നില്ല, അവനതാ വിസമ്മതിക്കുകയാ. ആ സമയത്ത് മലക്കുകളതാ പിടിച്ചുകൊണ്ട് വരികയാ, അവനെ ആ മരത്തിന്റെ ചവിട്ടിൽ കൊണ്ടുവരികയാ. അവന്റെ വയറ്റിലേക്ക് പടച്ചവനെ പുഴുക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ ഇട്ടുകൊടുക്കുകയാ. അവനതാ പടച്ചവരെ കരഞ്ഞുകൊണ്ട് വേദനിക്കുകയാ. എന്നിട്ടാ തലയോട്ടിയുണ്ടല്ലോ ഈസാ നബിയോട് പറയുകയാ, പേടിയാണ് നബിയേ, സങ്കടമാണ് നബിയേ, ആ വേദനയുണ്ടല്ലോ താങ്ങാൻ കഴിയോല നബിയേ. ഈസ നബി ചോദിക്കുകയാ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപമെന്താ, അതാപെന്താ, തിന്മയെന്താ? ആ സമയത്താ സഹോദരൻ പറയുകയാ, തലയോട്ടി പറയുകയാ, ഞാൻ പലിശയ്ക്ക് കൊടുത്തവനോ
ഞാൻ പലിശ തിന്നവനോ പലിശയ്ക്ക് സാക്ഷി നിന്നവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിനക്ക് നരകത്തിന്റെ തീജ്വാല ലഭിക്കുന്നതാ. നാദാ രക്ഷിക്കടേ അല്ലോ, കബൂലാക്കട അല്ലോ, റാഹത്തിലാക്കട അല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള മുട്ടുന്തലക്കാരോട് പറയുകയാ, കത്തിച്ചൊരിക്കുന്ന നരകമുണ്ടല്ലോ. പലിശ വാങ്ങിക്കുന്നവനെ, പലിശയ്ക്ക് കൊടുക്കുന്നവനെ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവരെ, ലോൺ എടുക്കുന്നവരെ, ഫിനാൻസ് എടുക്കുന്നവരെ ലഭിക്കുന്നതാ, ലഭിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കേണ്ടതോ, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കേണ്ടതാ. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയേണ്ടതാ, അൽഹംദുലില്ലാ പറയേണ്ടതാ. പടച്ചവനെ, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ സൗഭാഗ്യം തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. പലിശക്ക് പൈസ കൊടുക്കുന്നവര്, പലിശക്ക് സാക്ഷി നിൽക്കുന്നവര്, പലിശക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒപ്പിട്ട് കൊടുക്കുന്നവര്, അവർക്കെല്ലാം ആ തലയോട്ടി ഈസാ നബിയോട് പറയും, ഈസാ നബിയെ, നാളെ പടച്ചവന്റെ പരലോകത്തെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവനിക്ക് ആ നരകത്തിനൊരു വൃക്ഷമുണ്ട്, അതിൽ നിന്ന് വരുന്ന പുഴുക്കളെ അവൻ കഴിക്കേണ്ടി വരുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ തലയോട്ടി പറയുമ്പോ, പലിശക്ക് കൊടുക്കാൻ പാടില്ല, പലിശയുടെ പൈസ വാങ്ങാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, ഞാൻ പറഞ്ഞു, അന്യന്റെ പൈസ കൊണ്ട് ജീവിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് വരുന്നേ, പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരുന്നത്. അല്ലെ, എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവമാണ് നമുക്കെങ്കിൽ പലിശയ്ക്ക് പൈസ എടുക്കേണ്ടി വരുമോ? ഇല്ല. 13 രൂപയും 14,000-ഉം 18,000 ശമ്പളമുള്ളൂ. പക്ഷേ ആ പൈസ കൊണ്ട് ജീവിക്കാൻ അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിക്ക് പലിശയുടെ പണം കൈകൊണ്ട് തുടരേണ്ടി വരില്ല. പക്ഷേ 15,000 കിട്ടിയിട്ട് തികയണില്ല. ഭാര്യ പറഞ്ഞു, ഇക്കാ, എനിക്ക് നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടിയാലും എനിക്കറിയണ്ട, എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഈ കൂടിയ വസ്ത്രങ്ങളും മറ്റുമൊക്കെ മേടിച്ച് ജീവിക്കണവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവിന്റെ വരുമാനത്തിന്റെ പുറത്തേക്ക് ജീവിതം പോകുമ്പോ സുബ്ഹാനല്ലാഹ് പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. അങ്ങനെയാണ് പലിശയ്ക്ക് വാങ്ങിക്കണം. ഇപ്പൊ കാസർഗോഡ് ജില്ലയില് ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു സാധനം ഉണ്ട്, 2 സാധനം. എന്താ? കാസർഗോഡ് ജില്ലയില് ഈ ടൗൺ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനമുണ്ട്, 2 എണ്ണം. ഒന്ന് ബർദ, 2 ക്രീം. ഈ 2 സാധനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിൽക്കണ സാധനമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞാൻ അവന്റെ പേര് തന്നെ ഫോണിൽ അടിച്ചിരിക്കണ, ബുർക്ക മൂസാന. കാരണം അവന് ബുർക്ക കച്ചവടം. അവൻ പറഞ്ഞ, ഉസ്താദെ, ചില സാധുക്കൾ വന്നൊരു സങ്കടം പറയും, ഉസ്താദെ, ഭാര്യ 25,000-നും 15,000-നും ബർദ മേടിക്കാനാ പറഞ്ഞേ. ആ ചങ്ങാതിക്ക് 30 ദിവസം കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന ആകെ 12,000 രൂപ. ഉസ്താദെ, ഓൻ എങ്ങനെയാ മേടിക്ക? ഒരു പെരുന്നാൾ വന്നാൽ 4-5 പേർക്കും 1000 ഡ്രസ് വാങ്ങുമ്പോ ഉസ്താദെ പലിശക്ക് പൈസ കൊടുക്കേണ്ടി വരിക, മേടിക്കേണ്ടി വരിക എന്നൊരു സാധു പറയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ക്രീം, അല്ലെ, ക്രീം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ നാലിച്ച് നോക്കിയ ഒരു പണിയില്ലാത്ത ചങ്ങാതി പോലും 500-600 കൊടുത്ത് ക്രീം മേടിക്കാനുണ്ട്. പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും? ഇല്ല. അല്ലെ, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഉറൂസ് നടക്കുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരോട് പറയണ, ചങ്ങാതി, നമ്മുടെ ഉറൂസിന് വേണ്ടി ഒരു ഫ്ലെക്സ് വെക്കണം, പൈസ കൊടുക്കോ? ഉസ്താദെ, ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ ഉസ്താദെ, ഞങ്ങൾക്ക് ജോലി ഇല്ലല്ലോ ഉസ്താദെ. എന്നാ വേൾഡ് കപ്പ് വരിക, ഒരു ഫ്ലെക്സ് വെക്കോ? ഞങ്ങളുടെ പൈസ ഉണ്ടല്ലോ ഉസ്താദെ, ഞങ്ങളുടെ ഒരു സമ്പത്ത് ഉണ്ടല്ലോ ഉസ്താദെ. അങ്ങനെ ഇറങ്ങി തിരിക്കണ ചില ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പാടില്ല, പലിശയ്ക്കോ പൈസ എടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശക്കാരന്റെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന. എടാ, പലിശക്ക് 1 രൂപ എങ്ങാനും നീ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ദുആ പോലും സ്വീകരിക്കൂലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹദീസാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, എന്തെന്നറിയോ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവരെ, പലിശയ്ക്ക് പൈസ വാങ്ങുന്നവരെ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവരെ, ബാങ്കിൽ
ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരെ, ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കുന്നവരെ, മഅദല്ലോ, എഴുതി വെച്ചോ, എഴുതി വെച്ചോ. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് മദീനത്തെ പള്ളികളിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, ലാ യഖ്ബൽ മിൻഹു സ്വദഖ വലാ ജിഹാദും വലാ ഹജ്ജും വലാ സിലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളതാ പറയുകയാ, പലിശ കൊടുക്കുന്നവനെ, പലിശ കൊടുക്കുന്നവനെ, പലിശ കൊടുക്കുന്നവനെ, നിന്റെ കയ്യിൽ നിന്ന് സദഖയുണ്ടല്ലോ, അല്ലാഹു വേണ്ട, അല്ലാഹു വേണ്ട. നിന്റെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുണ്ടല്ലോ, അല്ലാഹു വേണ്ട. നിന്റെ ഹജ്ജുണ്ടല്ലോ, അല്ലാഹു വേണ്ട. നിന്റെ ഉംറയുണ്ടല്ലോ, അല്ലാഹു വേണ്ട. പടച്ചവനെ, വലാ സിലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മുട്ടും തലയിലെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ മുട്ടും തലയുടെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് നിസ്കരിക്കുന്നവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ, പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്നവരെ, പടച്ചവരെ, ദീനിന് വേണ്ടി പൈസ കൊടുക്കുന്നവരെ, മഅദല്ലോ, പലിശക്ക് പൈസ എടുത്തവനാണോ? പലിശക്ക് പൈസ എടുത്തിട്ട് പോക്കറ്റിലാ പൈസ ഇട്ടിട്ട് പടച്ചവന്റെ പള്ളിയിൽ കടന്നു വന്നിട്ട് നമസ്കരിക്കുന്നവരാണോ? പടച്ചവരെ, കാതിൽ കിടന്ന സ്വർണമുണ്ടല്ലോ, ഭർത്താവ് വന്ന് കടമാണ് പെണ്ണേ, പൈസ കൊടുക്കണമല്ലോ, സ്വർണമെന്ന് ഊരണമല്ലോ, വീട് പണിയാൻ പൈസ ഇല്ലല്ലോ, സ്വർണമെന്ന് ഊരണമല്ലോ എന്ന് പറയുമ്പോ സ്വർണമൂരി കൊടുക്കുന്ന പെണ്ണേ, സ്വർണമൂരി പൈസ കൊടുത്തിട്ട് പണയം വെക്കാൻ കൊടുത്തിട്ട് മുസല്ല വിരിച്ചിട്ട് നീയതാ പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, നിങ്ങളുടെ വീടിന്റെ പണിയാണ് അല്ലോ, അതെത്രയും പെട്ടെന്ന് തീർക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണം അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹ്ക്ക് നിന്റെ ദുആ വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ നിസ്കാരം വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ നോമ്പ് വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ സ്വതക്ക വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ ഹജ്ജ് വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ ഉംറ വേണ്ട. വമതഅമഹു ഹറാം വമൽബസഹു ഹറാം വമശ്റബഹു ഹറാം. പലിശ കൊടുക്കുന്നവരെ, നീ ധരിക്കുന്ന വസ്ത്രം ഹറാമോ, നീ തിന്നുന്ന ഭക്ഷണം ഹറാമോ, നീ തിന്നുന്ന വെള്ളം കുടിക്കുന്നത് അത് ഹറാമാ. വമശ്റബഹു ഹറാം വമൽബസുഹു ഹറാം വമതഅമഹു ഹറാം. നീ പടച്ചവനോട് എത്ര പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്താലും നിന്റെ ദുആ പോലും അല്ലാഹുക്ക് വേണ്ടെന്ന് ഹാദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മളൊക്കെ ഇപ്പൊ ചില വഅലിന്റെ സദസ്സിൽ ചെല്ലുമ്പോ ഈ ദുആ ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് തരും. ആ ലിസ്റ്റില് ചില ആളുകൾ എഴുതാറുണ്ട്, ഉസ്താദേ, ലോണിന് കൊടുത്തിട്ടുണ്ട്, പാസ്സാകാൻ ദുആ ചെയ്യണം. എന്താ പറയണേ? ലോണിന് കൊടുത്തിട്ടുണ്ട്, അത് പാസ്സാകാൻ ഉസ്താദെ ദുആ ചെയ്യണം എന്ന് പറയുന്ന ചില ബുദ്ധിയില്ലാത്ത, വകതിരിവില്ലാത്ത ചില സഹോദരൻ എനിക്കനുഭവം ഉണ്ട്. ഞാന് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വാഴ്ന്നു പറയുമ്പോ ഒരു പെങ്ങൾ എഴുതി വിട്ടതാ കമ്മിറ്റിക്കാരുടെ പേര്. കമ്മിറ്റിക്കാർ അതിലും വലുത്, കമ്മിറ്റിക്കാർ അതിലും വലുത്. അതുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ, ലോണ് പാസ്സാകാൻ വേണ്ടി ഒരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ദുആ ചെയ്യണ്ടേ? അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, പലിശയ്ക്ക് പണം എടുക്കുന്നവനും അതിനൊപ്പിടുന്നവരും അതിലേക്ക് മുങ്ങിപ്പോയവന്റെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വീട് വെക്കാൻ പോകുമ്പോ ഇതിന്റെ പ്രമാണം കൊണ്ട് ബാങ്കിൽ വെക്കും. എന്തിനാ? സൂക്ഷിക്കാൻ വെക്കണതാ? അല്ല. എന്തിനാ വെക്കണേ? ഞങ്ങളുടെ പൈസ ഇല്ല, ഞങ്ങളുടെ പൈസ ഇല്ല, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട് വെക്കാം എന്നുള്ള നിയ്യത്തിൽ പോകും. എവിടെയൊക്കെ മുട്ടുന്തല പള്ളിയിൽ കൊണ്ടുവന്നിട്ട് 500 1000 കൊടുക്കും, നേർച്ച നേരും. പള്ളിയിലെ ഖത്തീബിനോട് പറയും, ഉസ്താദേ
ഒരു വഴിയുണ്ട് പൈസ കിട്ടാനായിട്ട് ദുആ ചെയ്യണം. ഉസ്താദ് ചോദിക്കുക ഏത് വഴിയാ? അത് പറയൂല. മുട്ടുന്നല പള്ളിയിൽ വന്ന് നേർച്ച നേടും, അല്ലെങ്കിൽ മുട്ടുന്നല പള്ളിയിൽ കമ്മിറ്റിക്കാരുടെ അടുത്ത് വന്നിട്ട് പറയും 786 രൂപ ഹിഫ്ളിലെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി എന്റെ വക, എനിക്കൊരു പൈസ കിട്ടാനുണ്ടെന്ന് പറയും. ഏത് പൈസയാ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പടച്ചോൻ കൊടുക്കോ? കൊടുക്കില്ല. എന്നിട്ട് അവൻ പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ മുട്ടുന്തല മക്കാമിന്റെ പരിസരത്ത് വന്നിട്ട് അവൻ ദുആ ചെയ്യാ, റബ്ബേ പടച്ചവനെ എനിക്ക് എന്റെ വീടിന്റെ പണി എളുപ്പത്തിലാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മുട്ടുന്തലയുടെ പരിസരത്ത് വന്ന് ബാങ്കിന് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. കാരണം എന്തേ? അത് പലിശയുടെ പൈസ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതാ പറഞ്ഞേ, നിന്റെ ദുആ പോലും അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നു അല്ലാഹു വേണ്ട. ഇപ്പൊ പല ആളുകളും പറയുന്ന ഒരു പരാതി, ഉസ്താദേ ഞങ്ങളൊക്കെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടും ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല അല്ലേ? ഞങ്ങൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടും അല്ലാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കണില്ല അല്ലെ? ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. വാളും പരിചയമൊന്നുമല്ല. ഇപ്പൊ നാളെ ബാബരി മസ്ജിദ് പൊളിച്ച ദിനമാണ് അല്ലെ? ഡിസംബർ 6 ബാബരി മസ്ജിദ് എന്റെ പ്രിയപ്പെട്ടവരെ പൊളിക്കപ്പെട്ട ദിവസമാണ്. നമ്മള് ആ ബാബരി മസ്ജിദ് പലരും പൊളിച്ചപ്പോ അവരെ കത്തിയെടുത്ത് കുത്താനല്ല നമ്മൾ ചെല്ലണ്ടേ, അവരെ ആക്രമിക്കാനല്ല നമ്മൾ ചെല്ലണ്ടേ. നമ്മളെ ദുആ ഉസിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. നമ്മൾ നമ്മുടെ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം, റബ്ബേ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. ആര് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയാലും, ബാബരി മസ്ജിദ് പൊളിച്ചാലും, കാസർഗോഡ് ഏത് പള്ളികൾ പൊളിച്ചാലും, പടച്ചവനെ നീ മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷ. ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അതാ പറയണേ, ചില ആളുകൾ പറയുന്ന പരാതി, ഉസ്താദേ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണില്ല, ഞങ്ങളുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യണില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. 3 നിബന്ധനകൾ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പാലിച്ചാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. ഈ പറയുന്ന 3 നിബന്ധനകൾ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. ഏതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ദുആ ചെയ്യേണ്ടതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. അല്ലാഹുവേ എന്റെ പൊന്നുമോന് ക്യാൻസർ ആണ് അല്ലാഹ്, ദുആക്ക് ചെയ്യണം ഉസ്താദ്, ശമനത്തിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. വീടില്ലാതെ പ്രയാസപ്പെടുകയാ ഉസ്താദേ, 5 കൊല്ലമായി ഉസ്താദേ, 6 കൊല്ലമായി ഉസ്താദേ, മക്കളില്ലാതെ സങ്കടപ്പെടുകയാ. നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറയുന്നവരോട് പറയുകയാ, ഈ പറയുന്ന 3 നിബന്ധനകളുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 3 നിബന്ധനകൾ എന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആ ഉണ്ടല്ലോ സ്വീകരിക്കേണ്ടതാ. ഒന്നാമത്തേതാ ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞ് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് നിന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്തുണ്ടല്ലോ തരുന്നതാ. പലരും അതാ ദുആ ചെയ്യുന്നവരാ, നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നവരാ, മക്ബറയിൽ വന്ന് ദുആ ചെയ്യുന്നവരാ, കഅബയുടെ ചാരത്ത് വെച്ച് ദുആ ചെയ്യുന്നവരാ, റസൂലുള്ളാഹിയുടെ ചാരത്ത് ചെന്നിട്ട് ദുആ ചെയ്യുന്നവരാ. ഈ പറയുന്ന നിബന്ധനകളുണ്ടല്ലോ പാലിക്കേണ്ടതാ, കൊണ്ടുവരേണ്ടതാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ഹംദ് പറയണം പെങ്ങളെ, ഹംദ് പറയണം ചെറുപ്പക്കാരോ, ഹംദ് പറയണം ചെറുപ്പക്കാരാ. അങ്ങനെ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആക്കുണ്ടല്ലോ ഇജാബത്തുണ്ടല്ലോ, പ്രതിഫലമുണ്ടല്ലോ, മഹത്വമുണ്ടല്ലോ, ഉത്തരമുണ്ടല്ലോ. അല്ലാഹു പടച്ച തമ്പുരാൻ തരുന്നതാ, സ്വീകരിക്കുന്നതാ, കബൂലാക്കണ അല്ലാഹ്.
രണ്ടാമത്തേതാ? ദുആ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ നിബന്ധന ഏതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, സലാത്ത് ചൊല്ലി ദുആ ചെയ്യേണ്ടതാ, സലാത്ത് ചൊല്ലി ദുആ ചെയ്യേണ്ടതാ. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിയുടെ പേരില് സലാത്ത് ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് എന്നെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നതാ. ഒന്ന്, ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞ് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നതാ. രണ്ട്, ആരെങ്കിലും ഒരാൾ സലാത്ത് ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകണതാ. മൂന്ന്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റബ്ബന ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിമശായിഖിനാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് കൊടുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങളുടെ മുട്ടുനിരയിലെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഈ പറയുന്ന 3 നിബന്ധനകൾ പാലിക്കാതെ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്, ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്തപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഈ 3 നിബന്ധനകളില്ലെങ്കിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു നിന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകൂല. അപ്പൊ എന്തു പറയണം? അൽഹംദുലില്ലാ പറയണം. 2, സലാത്ത് പറയണം. 3, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എത്ര രോഗമുണ്ടെങ്കിലും എത്ര അസുഖമുണ്ടെങ്കിലും പടച്ചവനോട് ദുആ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ വയലിന് വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് അല്ലെ, മറ്റേ സൗണ്ട് പോയ ഒരു കണ്ടല്ലോ അബ്ദുള്ള അല്ലെ, ഒരു സൂപ്പർ മാർക്കറ്റ് അടുത്തല്ല അല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ആ സഹോദരന്റെ ചേട്ടൻ ഇല്ലപ്പാ അബ്ദുള്ള അതന്നെ ആ സഹോദരനോട് പറഞ്ഞ ഉസ്താദേ എനിക്ക് ശബ്ദമില്ലായിരുന്നു ഉസ്താദേ, അല്ലാഹു കാത്തിരിക്കട്ടെ, ശബ്ദമില്ലായിരുന്നു അല്ലെ. എല്ലാവർക്കും ശബ്ദമില്ലെങ്കിലും അല്ലാത്ത പ്രയാസ. സ്വന്തം ഭാര്യയോട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആംഗ്യം കാണിക്കേണ്ട ഒരു അവസ്ഥ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ആ സഹോദരൻ പറയും ഉസ്താദേ ഞാന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, മെട്രോ ഹോസ്പിറ്റലിൽ കാണിച്ചു ഉസ്താദേ, ഞാൻ ഒരുപാട് ചികിത്സിച്ചിട്ടും എനിക്ക് അസുഖമൊന്നും മാറിയില്ല. അവസാനം ഞാൻ ഈ മുട്ടുംതല മക്കാ ഉറൂസില് ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ഇവിടെ വഅദ് പറയാൻ വരുന്ന ഉസ്താദന്മാരോടും സയ്യിദന്മാരോടും ഇവിടെ ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും എന്റെ വീട്ടിൽ ആര് ഭക്ഷണം കഴിക്കാൻ വന്നാലും ഞാൻ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദേ എനിക്കൊരിക്കലും ശബ്ദം തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവസാനം പറഞ്ഞു എന്താ അത്ഭുതമാ സംഭവിച്ചേ, എന്താ അത്ഭുതമാ സംഭവിച്ചേ, നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ശബ്ദം പഴയ രീതിയിൽ തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർ പോലും വിധി എഴുതി. കാരണം എന്തേ? ദുആ. സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ ദുആ ചെയ്യണം, ദുആ ചെയ്യണം. പക്ഷേ പലിശക്കാരൻ ദുആ ചെയ്താൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു അവന്റെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഇജാബത്ത് ലഭിക്കില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഇദാ ലഹറസിനാ വരിബാ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, പലിശയുണ്ടല്ലോ, വ്യഭിചാരമുണ്ടല്ലോ, ഒരു നാട്ടിൽ എന്റെ പ്രിയമുള്ളവരെ അധികരിച്ചു കഴിഞ്ഞാൽ ഇതാ ലഹറസിനാ വരിബാ, ഒരു നാട്ടിൽ എന്റെ പ്രിയമുള്ളവരെ വ്യഭിചാരമുണ്ടല്ലോ, കള്ളുകുടിയുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, വരിബാ പലിശയുണ്ടല്ലോ, അധികരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അദാബിന് അവരതാ ചോദിച്ചു വാങ്ങുന്നതാ. പടച്ചവന്റെ നരകത്തെയുണ്ടല്ലോ അവരതാ ചോദിച്ചു വാങ്ങുന്നതാ. പടച്ചവന്റെ തിന്മകളുണ്ടല്ലോ അവരതാ ചോദിച്ചു വാങ്ങുന്നതാ. കത്തിച്ചൊലിക്കുന്ന തീജ്വാലയുള്ള നരകമുണ്ടല്ലോ, പുഴുക്കളുണ്ടല്ലോ, പാമ്പുകളുണ്ടല്ലോ, തേളുകളുണ്ടല്ലോ, അഴുക്കുകളുണ്ടല്ലോ, കബറിലെ ഞെരുക്കമുണ്ടല്ലോ,
അവന്റെ ഖബറിലേക്ക് ചോദിച്ചു വാങ്ങുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ റസൂലുള്ള പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് കാക്കണേ അല്ലോ, കാക്കണേ റഹ്മാനേ. അല്ല തരുന്നതാണല്ലോ പൈസ, അല്ല തരുന്നതാണല്ലോ മക്കളെ, അല്ല തരുന്നതാണല്ലോ കുടുംബത്തെ, അല്ല തരുന്നതാണല്ലോ. അതിനു പുറമെ ജീവിക്കാൻ അള്ളാന്റെ ഖജനാവ് കാലിയല്ലോ, റബ്ബിന്റെ ഖജനാവിന്റെ പ്രിയപ്പെട്ടവരെ കാലിയല്ലോ. പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ല തരുന്നതാണല്ലോ. എത്രയോ പേരെന്റെ പ്രിയമുള്ളവരെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ബക്കറ്റുമായി കടന്നു വരുന്നവരാ, അവര് കരഞ്ഞുകൊണ്ട് കൈ നീട്ടുന്നവരാ. പടച്ചവനെ, അല്ല കൊടുക്കുന്നതാണല്ലോ, പൈസ എടുക്കുന്നത് അല്ലയാണല്ലോ, പൈസ കൊടുക്കുന്നത് അല്ലയാണല്ലോ. അല്ലാഹു പുറമെ പൈസ നേടാൻ നോക്കുമ്പോ പലിശ എന്റെ പ്രിയമുള്ളവര് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പലിശ എന്ന് പറയുന്ന അദാബിൽ നിന്ന് ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരേണ്ടതാ. ഓപ്പറേഷൻ കുബേര വന്നാൽ, സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നാൽ, സർക്കാർ എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാൽ, പട്ടിണി വരുമ്പോ, പരിവട്ടം വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, ഭക്ഷണം ലഭിക്കാതെ മക്കള് കരയുമ്പോ, പടച്ചവനെ മഅദല്ലോ, മഅദല്ലോ, പലിശയ്ക്ക് പണയമെടുക്കേണ്ട അവസ്ഥ വരികയാ. സ്വർണ്ണമതാ ഊരിയിട്ട് എന്റെ പ്രിയമുള്ളവരെ പണയം വെക്കേണ്ട ഗതി വരികയാ. അങ്ങനെ ഒരു ഗതികേട് വരാൻ പാടില്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ദുആ ചെയ്യുന്നവന് അല്ലാഹു പടച്ച തമ്പുരാൻ സമ്പത്തിലുണ്ടല്ലോ, ജീവിതത്തിലുണ്ടല്ലോ, മക്കളിലുണ്ടല്ലോ, ബിസിനസ്സിലുണ്ടല്ലോ, അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ, പലിശയിൽ നിന്ന് കാവല് തരുന്നതാ. അതാ പറയണേ, പടച്ചവൻ തരും. ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ പലിശ അധികരിച്ചാൽ എഴുതി വെച്ചോ, അവരദാബിനെ ചോദിച്ചു വാങ്ങുന്നവരാ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണ, പലിശയ്ക്ക് ഒരു രൂപ പോലും, ഉസ്താദേ ഒരു രൂപയല്ലേ ഉസ്താദെ ഞാൻ വാങ്ങിയത്, പലിശയ്ക്ക് വാങ്ങാൻ പാടില്ല. അവന്റെ ദുആ പോലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഈ പലിശയ്ക്ക് പൈസ വാങ്ങണത് എപ്പോഴാ? അല്ല തരൂല എന്നൊരു ചിന്ത വരുമ്പോൾ. അല്ലപ്പാ, അല്ല തരൂല ഉസ്താദെ, ഞങ്ങൾ ദുആ ചെയ്തു ഉസ്താദെ, അല്ലെ, ഒരാൾക്ക് ബിസിനസ് തുടങ്ങണം, ആദ്യം തന്നെ പലിശയ്ക്കാ പണം എടുക്കണം, പാടില്ല. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പറയണം, അല്ലാഹ് റഹ്മാനെ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, പടച്ചവനെ ഞാൻ നിന്നോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക, പടച്ചവനെ എനിക്ക് സമ്പത്ത് തരണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ല തരും. ഇല്ലെങ്കിൽ പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെ, ദുആ ചെയ്താൽ അല്ല തരാത്തൊന്നുമില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്ന പരാതി, ഉസ്താദെ 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, ഉസ്താദെ എനിക്ക് നല്ലൊരു മകനോ മകളോ ഇല്ലെന്ന് പറയുന്ന സാധുക്കളുണ്ട്. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു അതിനും മരുന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പള്ളിക്കകത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, പലിശയെ പറ്റി പറഞ്ഞ ഖുർആൻ, വ്യഭിചാരത്തെ പറ്റി പറഞ്ഞ ഖുർആൻ, കള്ളുകുടിയെ പറ്റി പറഞ്ഞ ഖുർആൻ. ആ ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പടച്ച തമ്പുരാൻ മക്കളില്ലാത്തവർക്ക് മക്കൾക്ക് വേണ്ടി ദുആ പറഞ്ഞു തരുന്നുണ്ട്. നല്ലൊരു കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നവര് ആ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ദുആ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്താൽ അവന്റെ ജീവിതത്തിലും അവന്റെ മക്കളിലും എല്ലാം അള്ളാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഓതൂലേ ഓതൂലേ ഇൻഷാ അല്ലാഹ്. മൈക്ക് സെറ്റ് ഇതിലോട്ടാക്കണം. ഇരുന്ന് പ്രശ്നിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആ പുറത്ത് നിൽക്കണവരൊക്കെ ഒന്ന് കയറി ഇരുന്ന സന്തോഷം. കാരണം അവിടെ ഇവിടെയൊക്കെ കസേരയിട്ടിരിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും. ഒന്ന് കയറി ഇരുന്ന് പിന്നെ ഉസ്താദെ ശബ്ദം അടിച്ചിട്ട് ചെവി പോവാ ഉസ്താദ് എന്ന് പറയുന്നവരാണ് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു, ആ പലിശയെ പറ്റി പറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ല പറയുന്നു, എടോ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ മക്കളിലും അവന്റെ പരമ്പരയിലും അള്ളാഹു ബറക്കത്ത് നൽകും. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.